നവൽ എൻ്റെ വീട് വയനാടാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഇപ്പോൾ B1 കഴിഞ്ഞു, B2 എക്സാം എഴുതാൻ പോവുകയാണ്. ഇപ്പം ഞങ്ങൾ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു 8 months ആയി ഇപ്പം കാലിക്കറ്റ്. എൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിന്ന് മാറി നിന്ന് പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഞങ്ങൾ അസ്ലാം മിസ്സ് ഞങ്ങളുമായിട്ട് ആദ്യം തൊട്ടേ ഞങ്ങളൊരു നല്ല ഇൻട്രാക്ഷൻ ആയിരുന്നു. ഒരു ടീച്ചർ സ്റ്റുഡൻ്റ് എന്നതിനേക്കാളും നല്ല ഫ്രണ്ട്സിനെ പോലെ പെരുമാറി. അതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. അവരുടെ പ്രഷർ പുഷും കാരണം നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു തോന്നി, മടി മാറ്റി വെച്ച് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ ഞാനൊരു ലാംഗ്വേജ് ബേസ്ഡ് ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് തന്നെ ജർമ്മൻ ആദ്യം തൊട്ടേ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ബേസ് തൊട്ടാണെങ്കിലും B2 ആയപ്പോഴത്തേക്കും അതിൻ്റെ ഡിഫിക്കൽറ്റി കൂടിയെങ്കിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്നു. അപ്പം ഫ്രണ്ട്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അവരുമായിട്ട് ടോക്ക് ചെയ്യുമ്പോൾ തന്നെ ലാംഗ്വേജ് അത്യാവശ്യം ബെറ്റർ ആവാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത് തന്നെ B2 ഡേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എഴുതുക പാസ്സാവുക എന്നുള്ളതാണ് ഇനി ഇപ്പോൾ അടുത്ത ഇതായിട്ടുള്ളത്. ഡിഗ്രി കഴിഞ്ഞപ്പം ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നു. ജേർണലൈസിങ് അങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നു. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പം ഞാൻ ഇൻ്റർനെറ്റ് വഴി അറിഞ്ഞതാണ്. ഞാൻ ഇങ്ങനെ വെറുതെ സർഫ് ചെയ്തപ്പോൾ അതിൽ കണ്ടതൊരു കുറച്ച് വന്നപ്പോൾ അതിൽ കോൾ ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് അറിഞ്ഞു. പിന്നെ അവിടെ പഠിച്ച സ്റ്റുഡൻസിൻ്റെ, ലാൻഡ്സിൽ പഠിച്ച സ്റ്റുഡൻസിൻ്റെ അവരെയൊക്കെ റിവ്യൂസ് നോക്കി അങ്ങനെ ഇവിടെ കോൾ ചെയ്ത് ഇവിടെ വന്നപ്പോൾ തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ ക്ലാസ്സസ് ആണെങ്കിലും പിന്നെ ഫ്രണ്ട്സ്, ഇൻട്രാക്ഷൻസ്, ടീച്ചേഴ്സ്, പിന്നെ മൊത്തം ഒരു ക്ലാസ്സിൻ്റെ വൈബ് തന്നെ അത്യാവശ്യം പോസിറ്റീവായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച മാസ്റ്റേഴ്സ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഇംഗ്ലീഷിനെ എനിക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല. അവിടെ താല്പര്യമില്ല. അപ്പോൾ അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഏതെങ്കിലും ഹൗസ് ബിൽഡിംഗ് കോഴ്സ്, നഴ്സിംഗ് എടുക്കാനാണ് ഒരു പ്ലാൻ.